ഒരു മിനിറ്റ് ഈ ക്രീം അങ്ങ് മാറ്റി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാലുവിൻ്റെ ബർത്ത്ഡേ ആണ്. മാലു നാത്തൂൻ്റെ മോളാട്ടോ, ചേട്ടൻ്റെ അനിയത്തിയുടെ മോളാണ്. അപ്പം നമ്മൾ അവിടേക്ക് പോവാട്ടോ. വൈകിട്ടാണ് കേക്ക് കട്ടിങ് ഒക്കെ. ഇപ്പം നമ്മൾ അമ്പലത്തിലാട്ടോ, അമ്മയുടെയൊക്കെ കുടുംബാമ്പലത്തിൽ അമ്മ തൊഴാൻ വന്നതാ. ഇപ്പം അവിടെ സപ്താഹം നടക്കുക. അപ്പം ഇന്ന് ലാസ്റ്റ് ദിവസം കേട്ടോ. നമ്മളിനി കഴിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം എനിക്കാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് കഴിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അമ്മയാണെങ്കിൽ കാറിലോട്ട് എടുത്തോണ്ട് വരും. അവരാണെങ്കിൽ കഴിക്കാൻ വേണ്ടി നല്ല തിരക്കുണ്ട്, കഴിക്കാൻ വേണ്ടി നിൽക്കും. അങ്ങനെ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നിട്ട് അമ്മ ഫുഡ് കൊണ്ട് തന്നു കേട്ടോ. അസാധ്യ ടേസ്റ്റ് ആയിരുന്നേ. ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം കേക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണേ. കേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ കിട്ടി അമ്മേ. അങ്ങനെ കേക്കൊക്കെ വാങ്ങി നേരെ മാനാത്തോട്ട് പോവാട്ടോ. തനുവാണെങ്കിൽ കാറിൽ എപ്പം പോയാലും ഈ ഒരു നടുക്കിയ സ്ഥലത്തേ നിൽക്കത്തുള്ളൂ കേട്ടോ. കാറിൽ കയറി കഴിഞ്ഞാൽ ഉടനെ അവളുടെ സ്ഥലം അതാണേ, അവിടെ നിൽക്കത്തുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റത്തെ യാത്രയുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. തനുവിന് നിന്നോടെ പോകാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം വെച്ചാൽ മാലും അപ്പവും ദിയായിട്ടൊക്കെ കളിക്കാമല്ലോ. ദിയ അപ്പുറത്തെ വല്യച്ഛൻ്റെ മോളാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരവിടെ കാണത്തില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. 4:30 ആകുമ്പോഴേ അവരുടെ സ്കൂൾ ബസ് വരത്തുള്ളൂ. അവർ സ്കൂളിൽ പോയേക്കുവാ. തനുവും അംഗനവാടി പോയില്ല കേട്ടോ. ഇന്നാണെങ്കിൽ ഇവിടെ വരേണ്ടതുകൊണ്ട് ഇന്നലെ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് അംഗനവാടി വരത്തില്ലെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം അമ്മൂമ്മ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അമ്മൂമ്മ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നേ. അവളെ കൂടെ ഒറ്റയ്ക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പാടാണല്ലോ. അപ്പൊ ഇന്നലെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ നോക്കി രണ്ടൊരാൾ നിൽക്കുന്നുണ്ടോ, അപ്പോസും ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നുടനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. മാലും ഒരു സർപ്രൈസ് കൊടുക്കാനാണ് പ്ലാന്. അവളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരുമെന്നൊക്കെ. പിന്നെ കേക്ക് കട്ടിങ്ങും ഒക്കെ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാട്ടോ. വരുമ്പോഴേ അങ്ങ് കേക്കൊക്കെ കട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കും. നന്നൂസിനെ അവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. നന്നു നിന്നെല്ലാം ഒരു കൗതുകത്തോടു കൂടി നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയെല്ലാം നമ്മൾ ബലൂണെല്ലാം വീർപ്പിച്ച് സെറ്റാക്കി ഒരു സൈഡിലോട്ട് വെക്കും തോറും അപ്പുറത്തൂടെ പിള്ളേർ ഓരോന്നോരോന്ന് പൊട്ടിക്കുകയായിരുന്നു കേട്ടോ. ഇത്രയും വേണ്ടല്ലോ, വേണ്ട. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാലു കൊണ്ട് എല്ലാം സർപ്രൈസ്ഡ് ആയി കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് മുറിക്കാനുള്ള എല്ലാം സെറ്റപ്പ് ആക്കുവാണേ. എല്ലാം സെറ്റാക്കിയിട്ട് കുട്ടികളെ കൊണ്ട് കേക്ക് മുറിപ്പിക്കുവാണേ. ഞാനത് പൊട്ടിക്കാനുള്ള പരാക്രമത്തിലാണ് കേട്ടോ. പക്ഷെ അത് പൊട്ടിക്കാൻ ഭയങ്കര പാടാണല്ലോ. പിന്നെ അത് പൊട്ടി. പക്ഷെ ഞാൻ ഇച്ചിരി ദൂരോട്ട് മാറ്റി പൊട്ടിച്ചെങ്കിലും അത് നമ്മുടെ കേക്കിനകത്തിലൊക്കെ വീണിട്ടുണ്ടായിരുന്നേ. പിന്നെ അമ്മയുടെ തലയിലും നമ്മുടെ മൊത്തത്തിൽ എല്ലാവരുടെയും ദേഹത്തൊക്കെ ആയിരുന്നു. കേക്ക് തിന്നാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അതിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീണ സാധനങ്ങളെല്ലാം നീക്കം ചെയ്യണമല്ലോ. ഇതെല്ലാം പറന്ന് അതെല്ലാം വീണിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചപ്പം. അതെല്ലാം പിന്നെ മണ്ടയ്ക്കൊന്ന് ഇച്ചിരി ക്രീം അങ്ങ് മാറ്റി കേട്ടോ. പിന്നെ പിള്ളേർക്കെല്ലാം മുറിച്ച് കൊടുത്തു കേക്ക്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഐസ്ക്രീംകാരൻ വന്നിട്ടുണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ സേമിയ ഐസാണ് കേട്ടോ മേടിച്ചത്. കുഞ്ഞുങ്ങൾക്കൊക്കെ അല്ലാത്ത കോൺ ഐസ്ക്രീം പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ നന്നൂസ് അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങുമായിരുന്നു കേട്ടോ. ഉണന്ന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയെല്ലാം നോക്കി കേട്ടോ. അവര് ഫുഡെല്ലാം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടവട കഴിച്ചാൽ മതിയായിരുന്നു. ആദ്യം കുഞ്ഞുങ്ങളെ ഇരുത്തി കേട്ടോ കഴിക്കാന്. അവര് കഴിച്ചിട്ട് വരുമ്പോഴത്തേനും ഒരു സമയമാവും. അപ്പോഴത്തേക്ക് നമുക്കും കഴിക്കാനുള്ള സമയമാവും. അങ്ങനെ അവരെ ആദ്യം ഇരുത്തി. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇരുട്ടായിട്ടൊക്കെ ഉണ്ട്. വീട്ടിലേക്കാണ്.
നന്നൂന്ന് ഇറങ്ങാൻ സമയമായിട്ടുണ്ടായിരുന്നു, എങ്കിലും കുഞ്ഞു വലിയ അലമ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.